നടപടി ആരംഭിക്കുകയാണ്. ഒരു മിനിറ്റ് ഈശ്വര പ്രാർത്ഥന. ബഹുമാനായ നന്ദപരായ നാട്ടുകാരെ, സഹകരണങ്ങളെ, മഹാത്മാ അയ്യങ്കാളി ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനമാണ് നടക്കുന്നത്. എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ കലാ മത്സരങ്ങളിൽ പങ്കെടുക്കാനും എല്ലാവരും നല്ല രീതിയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ ഉദ്ഘാടനം ക്ഷണിച്ചിരിക്കുന്ന നമ്മുടെ ഡോക്ടർ രാജേഷ് സാറാണ്. അദ്ദേഹത്തിന് അതുപോലെ തന്നെ നമ്മുടെ ശാഖയുടെ പ്രസിഡന്റ് പി ശശിധരനും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഈ യോഗം അതോടൊപ്പം ഈ ശാഖായോഗത്തെ കഴിഞ്ഞ കാലങ്ങളിൽ നല്ല രീതിയിൽ ശാഖയെയും ശാഖാംഗങ്ങളെയും നയിച്ച മുൻകാല പ്രവർത്തകർ, അതോടൊപ്പം തന്നെ വനിതാ പ്രവർത്തകർ, ഇന്നാട്ടിലെ നല്ലവരായ നാട്ടുകാർ, സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ആദരണീയനായ നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എല്ലാ വർഷവും ഇതേ വേദിയിൽ തന്നെ നമ്മൾ കൊണ്ടാടുന്ന ഈ അനുസ്മരണ സമ്മേളനം മുൻകാലങ്ങളെക്കാൾ കൂടുതൽ നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു ദിനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വയനാട് ദുരന്തം. അതിനേക്കാൾ ഏറെ ഈ തൊട്ടടുത്ത കാലങ്ങളിൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഈ ശാഖായോഗത്തിലെ നിരവധി പ്രവർത്തകർ, ഈ അടുത്ത കാലങ്ങളിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ സഹോദരി സഹോദരന്മാർ, ഇവരെയെല്ലാം ഈ സുദിനത്തിൽ പ്രത്യേകം വളരെ വേദനയോടും കൂടി നമ്മൾ സ്മരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സാറ് പറഞ്ഞ മാതിരി ഇതേ വേദിയിൽ നമുക്കെല്ലാവർക്കും ആടുവാനും കുട്ടികളെയും നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യുകയും അറിവ് പകർന്നു കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവരെ ബോധ്യപ്പെടുത്തുകയും ഈ അവസരത്തിൽ ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ലവരായ നാട്ടുകാർക്കും ശാഖ അംഗങ്ങളും ഈ ജയന്തിയോടനുബന്ധിച്ചുള്ള നമ്മുടെ ഓണാഘോഷ പരിപാടികളിൽ ഇന്നും നടന്ന പരിപാടികളിൽ ആത്മാർത്ഥമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത, പ്രത്യേകിച്ചും ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ശാഖയെ ഇതിനു മുൻപ് നയിച്ച എല്ലാ നല്ലവരായ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദി. ഈ യോഗത്തിൽ ഈ ശാഖയുടെ അവസാനിക്കുന്ന രീതിയിൽ നിങ്ങളെ പ്രത്യേകം ഉത്ബോധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വരും കാലങ്ങളിലും എല്ലാവരുടെയും ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ 1344 നമ്പർ ശാഖയുടെ പ്രസിഡന്റ് ശ്രീ ശശിധരൻ പുളിമാടത്ത്, ശാഖയോഗം സെക്രട്ടറി ശ്രീ KK സുധൻ കോട്ടപ്പുറം, നമ്മുടെ ശാഖയുടെ കമ്മിറ്റിയിലുള്ള പ്രവർത്തകരെ, പ്രിയ നാട്ടുകാരെ, സമുദായ അംഗങ്ങളെ, ഘടകമാണെന്ന് നമുക്ക് പ്രവൃത്തിയിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം അധ്യക്ഷൻ പറഞ്ഞതുപോലെ ജന്മദിന സന്ദേശം നൽകുക എന്നുള്ളതാണ്. അത് നമ്മുടെ യോഗാധ്യക്ഷൻ ശ്രീ അയ്യൻകാളിയുടെ ജീവചരിത്രത്തെക്കുറിച്ച് ഇവിടെ വിശദമായി വിശദീകരിച്ച് സ്ഥിതിക്ക് അവർക്ക് സാമൂഹ്യമായിട്ടുള്ള സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും ഒരുക്കി കൊടുക്കുവാൻ നമ്മുടെ സംഘടനയ്ക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ രാജേഷ് ഡോക്ടർ, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സാധിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെ, ശാഖാ അംഗങ്ങളെ, മറ്റു സഹപ്രവർത്തകരെ,
ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നിൽ മുൻപ് സംസാരിച്ച എല്ലാവരും ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ പരിപാടികൾ വളരെ നല്ല രീതിയിൽ നടത്തി ഇത് ചെയ്തും നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടത്തുവാനും ഈ ജയന്തി ആഘോഷങ്ങൾ നല്ല രീതിയിൽ നടത്തി പോയ ഈ ശാഖാ കമ്മിറ്റിക്ക് ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അഖിൽ അഡ്രിയാനോ അഖിൽ 4ാം ക്ലാസ്. 4ാം ക്ലാസ്സിലെ കൊച്ചുപറമ്പിൽ കുടുംബം. മറ്റൊരു ക്യാഷ് അവാർഡ് കോട്ടപ്പുറത്ത് ലീല കുഞ്ഞമണി മെമ്മോറിയൽ ക്യാഷ് അവാർഡ് കൂടി അഡ്രിയാനോ അർഹനായിരിക്കുകയാണ്. കൊച്ചുപറമ്പിൽ കുടുംബം നൽകുന്ന ക്യാഷ് അവാർഡാണ്. കഴിഞ്ഞ SSLCക്ക് ഫുൾ A+ വാങ്ങിയ മിടുമിടുക്കി ഫ്ലുവൻസിയ ജാനറ്റ്. ഒരു നല്ല കൈയ്യടി കൊടുക്കുക. ഫ്ലുവൻസിയ ജാനറ്റ് ഫുൾ A+ കൂടി SSLC വാങ്ങി. അടുത്ത ഒരു ക്യാഷ് അവാർഡ് കൂടിയുണ്ട്. +2 ഉന്നത മാർക്ക് വാങ്ങിയ അൽരാജ്, അവനാട്ടിൽ അനുരാജ് മെമ്മോറിയൽ ക്യാഷ് അവാർഡ്. +2 ആവനാട്ടിൽ അരുൺ ഗോപി ക്യാഷ് അവാർഡ് വാങ്ങിയിരിക്കുന്നതും അൽരാജ് തന്നെയാണ്. അതുപോലെ തന്നെ ഫ്ലുവൻസിയ ജാനറ്റിന്റെ ക്യാഷ് അവാർഡ് 2 ഉണ്ടായിരുന്നു. ഒന്ന് PK രാഘവൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് ആയിരുന്നു. അതിനും ജാനറ്റ് തന്നെയാണ് അർഹയായിരുന്നത്. സിബിനെ വളരെ ആദരപൂർവ്വം വേദിയിൽ ക്ഷണിക്കുക. ബഹുമാന്യ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ശശിധരൻ പുളിമാടത്ത്, അതുപോലെ നമ്മുടെ ഈ യോഗം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മൾ ഉദ്ഘാടനത്തിൻ്റെ കാര്യത്തെപ്പറ്റി അതിലുണ്ടായ ഒരു മാറ്റത്തെപ്പറ്റി ഇല്ലെങ്കിൽ അത് വളരെയേറെ നല്ലൊരു മാറ്റം വന്ന് അദ്ദേഹം വന്ന് ഏറ്റവും പ്രിയങ്കരനായ രാജേഷ് ഡോക്ടർ വന്ന് ഈ ഉദ്ഘാടനം ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്.